എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ അപ്പെക്സ് ബോഡിയുടെ പ്രസിഡൻറ്റ് ശ്രീ രംഗദാസ പ്രഭു നമ്മളോട് സംസാരിക്കും. ഈ ചങ്ങമ്പുഴ പാർക്കിൽ ഒരു പുതിയ ആശയവുമായി സീനിയർ ജേർണലിസ്റ്റ് ഇനീഷ്യേറ്റീവ് എന്ന് ഞാൻ പറയുകയാണ്. അതിൻ്റെ ആദരണീയനായ ജില്ലാ പ്രസിഡൻറ്റ് ശ്രീ ദത്തൻ സാറ്, അതേപോലെ ഇത് ഈ ഫോറത്തിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആദരണീയരെ, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് സമയം കളയുന്നില്ല. അതേപോലെ എറണാകുളം പ്രസ് ക്ലബിൻ്റെ ആദരണീയനായ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഷിജിൽ ഇന്ന് ഈ ആശയം ഉദ്ഘാടനം ചെയ്ത കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായ ശ്രീ അരുൺകുമാർ സാറ്, എൻ്റെ മുൻപിലിരിക്കുന്ന ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാരെ, കുടുംബം എന്ന ആശയം ഞാൻ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും പറയാറുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം കുടുംബം എന്ന ആശയമാണ് ഞാൻ പങ്കുവയ്ക്കാറുള്ളത്. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് നാം അണുകുടുംബ വ്യവസ്ഥയിലോട്ട് മാറി കോവിഡാനന്തരം വീണ്ടും അത് തിരിച്ച് വേറൊരാശയത്തിലോട്ട് പോയി അത് വ്യക്തിഗതയിലോട്ട് നാം പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പക്ഷേ എഡ്രാക്ക് പോലെയുള്ള കുടുംബ കൂട്ടായ്മ ഇന്ന് എറണാകുളം ജില്ലയിൽ പന്തലിച്ച് നിൽക്കുകയാണ്. 1756 റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വലിയ കൂട്ടായ്മയായി ഇത് പരിണമിച്ചപ്പോൾ എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഒരു വലിയ NGO, അതായത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും വർഗവർണ്ണ സാമ്പത്തികത്തിനും എല്ലാം അതീതമായി ഒരു മാനവികത ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ് എട്രാക്ക്. അതായത് കോവിഡാനന്തരം ഒരു വലിയ മാറ്റം സമൂഹത്തിൽ വന്നു. അതിനെ റെഡ്രസ് ചെയ്യാൻ സമൂഹം തയ്യാറായില്ല. ആ വിപത്ത്, അതായത് സ്കൂൾ തലങ്ങളിൽ നമ്മൾ ഓൺലൈനിലൂടെ പഠിത്തം അതിന് ശേഷം നമ്മൾ തുടങ്ങി. 2021 മുതൽ താഴത്തെ തട്ടിൽ നിന്ന് സ്കൂൾ തലങ്ങളിലും എല്ലാം, അത് കോളേജ് തലങ്ങളിലും എല്ലാം ഓൺലൈനിലൂടെ വിദ്യാഭ്യാസമായി കഴിഞ്ഞപ്പോൾ ഇതിൽ നല്ലതും നല്ലതല്ലാത്തതുമുള്ള വേർതിരിവ് നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം ഓൺലൈനിൽ നല്ലത് വരുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ നല്ലതല്ലാത്തത് വന്നു കഴിഞ്ഞു. ഇന്ന് സമൂഹം ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിലെ പല പരിച്ഛേദങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ന് ഏറ്റെടുക്കുന്ന ഒരു സമൂഹ നന്മയ്ക്കായി ഞാൻ പറയുകയാണ്. ആ തിന്മയെന്ന ആ മദ്യവും മയക്കുമരുന്നും എല്ലാം ഇതിനെ അവബോധത്തിലൂടെ മാത്രമല്ല, ഇതിനെ ഇന്ന് കുടുംബ ബന്ധങ്ങൾ ശക്തമല്ലാതായി കഴിഞ്ഞു. ഇവിടെ നമ്മുടെ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പറഞ്ഞു, കുടുംബം എന്ന ആശയം, എൻ്റെ ചെറുപ്പത്തിൽ 8 മക്കളാണ് നമ്മൾ. അച്ഛനും അമ്മയും ഊണ് കഴിക്കാനിരിക്കുമ്പോൾ മക്കളെ എല്ലാവരെയും വിളിക്കും. അന്ന് ഈ പാവയ്ക്ക ഞാൻ കഴിക്കാത്തതാണ്, അത് കയ്പുള്ളത് കൊണ്ട് ഞാൻ കഴിക്കാറില്ല. എന്നാലും കൂട്ടത്തിലിരിക്കുമ്പോൾ ഇതെല്ലാം കഴിച്ചേ മതിയാവും. അച്ഛനിങ്ങനെ പതുക്കെ നോക്കുമ്പോൾ ആ പേടി കൊണ്ട് അത് കഴിച്ചു. ഇന്ന് പാവയ്ക്ക എന്നുള്ളത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഞാനിത് പറയുന്നത്, അതായത് ആ ഒരു ആശയം നമ്മുടെ ഏത് കുടുംബത്തിൽ ഇന്നുണ്ടെന്നൊന്ന് ഞാൻ എല്ലാ അസോസിയേഷൻ്റെ കുടുംബാംഗങ്ങളും പറയാറുണ്ട്. ഈ ഒരു ആശയം, അതായത് അത്താഴമെങ്കിലും, ഇത് ഞാൻ ഷിജിൽ സാറിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത്താഴമെങ്കിലും ആ കുട്ടികളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് നമ്മൾ 2 പേരും വർക്ക് ചെയ്യാൻ പോവുകയാണ്. തിരിച്ച് ആ കുട്ടികൾ വീട്ടിൽ വരുമ്പോൾ ആരുമില്ലാതെ
അവർക്ക് സ്നേഹം അവരാഗ്രഹിക്കുന്നത് സ്നേഹമാണ്. പക്ഷെ അച്ഛനും അമ്മയും വരുമ്പോൾ അവർ വഴക്കിടുന്ന ഒരു സംസ്കാരമാണ്. ഇത് ഞാൻ പല പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അവർ വഴക്കിടുന്ന ഒരു സംസ്കാരമാണെന്ന്. അവർ വേറൊരു ആശയത്തിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന ആഗ്രഹിക്കുന്ന ആ സ്നേഹം അതൊരു ലഹരിയാണ്. അത് കുടുംബത്തിൽ നിലനിർത്തണം. നമുക്ക് ആ ലഹരി കുടുംബത്തിലായിരിക്കണം. സ്നേഹത്തിൻ്റെ ലഹരിയായി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേര് എൻ്റെ വീട്ടിൽ എന്നുമുണ്ട്. എൻ്റെ കൊച്ചുമക്കളെയും മക്കളും ആയിട്ട് 2 മക്കളേ ഉള്ളൂ. അവരെ ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് കൊച്ചു വർത്തമാനങ്ങൾ പറയുന്ന ഒരു കുടുംബമുണ്ടോ എന്ന്. അത് വേണം, തിരിച്ചെടുക്കണം. നമുക്ക് തിരിച്ചെടുക്കുന്നത് സമൂഹത്തിലെ എല്ലാ പരിച്ഛേദങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കുടുംബമെന്ന ആശയം, ഞാൻ ആദ്യം പറഞ്ഞ കൂടുമ്പോൾ ഇമ്പമുള്ള ആശയം വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ലഹരിക്ക് അടിമയായി അതിന് സ്നേഹമെന്നുള്ള ആ കൂട്ടുകാരുടെ ഒപ്പം ഇതൊന്ന് കഴിച്ചു നോക്കൂ, നല്ലതാണെന്ന് അങ്ങനെ പറയാൻ അവർ ഇട നൽകുകയില്ല. ആ ഒരു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപ്പെക്സ് കൗൺസിൽ ഇന്ന് 43 മേഖലകളായി ഈ ജില്ലയെ വിഭജിച്ചു. അതിൽ ഇന്ന് ഞാൻ കാലത്തെ ഇവിടെ വന്നിരുന്നു. പാലാരിവട്ടം മേഖല ഒരു നല്ല പങ്കാളിത്തത്തോടെ ഇന്നവർ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഓരോ മേഖലകളും ഏറ്റെടുത്ത് നടക്കുകയാണ്. 5-ാം തീയതി ഏപ്രിൽ മാസം 5-ാം തീയതി എഡ്രാക്കിൻ്റെ ആലുവ, അതായത് പെരുമ്പാവൂർ പ്രദേശത്താണ് ഈ അതിഥി തൊഴിലാളികൾ കൂടുതൽ താമസം. അവരാണ് ഇത് കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്നത്. ആ പ്രദേശത്ത് ഒരു വലിയ ക്യാമ്പയിൻ, ഒരു 3000 ആൾക്കാരെ വിളിച്ചുകൊണ്ട് അത് എല്ലാ പരിച്ഛേദങ്ങളും സമൂഹത്തിലെ അവരെ ഉൾപ്പെടുത്തി രാഷ്ട്രീയക്കാരെയും എല്ലാവരെയും പങ്കെടുപ്പിച്ചിട്ട് നമ്മൾ നടത്താൻ പോവുകയാണ്. ഇതൊരു ആശയം. ഈ അവയർനെസ് ക്യാമ്പയിൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നടത്തണം. അതിൻ്റെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യം കൂടെ അരുൺ സാർ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ പറയുകയാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചാൽ എന്നെ മാത്രം ശിക്ഷിക്കുന്ന ഒരു സമൂഹമായി ഇന്ന് അതാണ് നമ്മുടെ ലിഖിതമായ നമ്മുടെ നിയമം പറയുന്നത്. പക്ഷേ ആ ലഭ്യത, ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെച്ച് അതിൻ്റെ എവിടെയൊക്കെ ഇത് ലഭ്യമാകുന്നു എന്നുള്ള ആ സോഴ്സിൽ നമ്മൾ പോകുന്നില്ല. അതുകൊണ്ട് സോഴ്സ് വേറെ വിധത്തിൽ ഇത് സമൂഹത്തെ നശിപ്പിക്കുകയാണ്. ആ ഒരു എൻഫോഴ്സ്മെൻറ്റ് വളരെ ശക്തമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. എക്സൈസും അതേപോലെ നാർക്കോട്ടിക് സെല്ലും പോലീസും സംയുക്തമായി, അതേപോലെ നമ്മളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ സമൂഹത്തിൽ നിന്ന് അത് ഉന്മൂലനം ചെയ്യാൻ സാധിക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ പേടിച്ച്, അതായത് ഇതിൻ്റെ പിന്നാപ്പുറത്ത് പോകുക തന്നെ വേണം, എന്നാൽ മാത്രമേ ഇതിന് കടിഞ്ഞാണിടാൻ സാധിക്കൂ എന്ന് ഞാൻ ഉത്തമ വിശ്വാസത്തോടെ ഇന്ന് അവതരിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആശയം ഇന്ന് സീനിയർ ജേർണലിസ്റ്റ് സുബ്രഹ്മണ്യൻ സാറിനൊക്കെ ഞാൻ എത്രയോ കൊല്ലം പഴക്കമുണ്ട്. അതായത് ഇങ്ങനെ ഒരു ആശയം ഈ അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു. അതേപോലെ പ്രസ് ക്ലബ്ബ്, മീഡിയ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മീഡിയയുടെ ഒരു പ്രധാന പങ്കുണ്ട് ഇതിൽ. അത് വിഷ്വൽ മീഡിയ, പ്രിൻ്റ് മീഡിയ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കണം. ഈ സമൂഹ നന്മയ്ക്കായി ഇതിനെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് ഈ സമൂഹത്തിന് സാധിക്കും. അതേപോലെ എൻഫോഴ്സ്മെൻറ്റും ഇതിൻ്റെ ഭാഗമാകണം. അതിന് തീർച്ചയായിട്ടും ഗവൺമെൻറ്, ഇതിൽ രാഷ്ട്രീയക്കാർ ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആരും ഈ രാഷ്ട്രീയത്തിൽ ആരുണ്ടെങ്കിലും ഇതിന് കൂട്ടു നിൽക്കരുത് എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനെ ക്ഷണിച്ചതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പുതിയ ആശയം നമ്മുടെ സമൂഹത്തിൽ ഉണരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്